നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. പണം കയ്യിലിരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴുമുള്ള ഒരു കൺഫ്യൂഷനാണ് ഇത് എവിടെ ഇടണമെന്നത്. ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇടണോ അതോ സ്വർണം വാങ്ങണോ? ഇനി ഇതൊന്നുമല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ SIP തുടങ്ങണോ? 2026 നിൽക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ വർഷം നിങ്ങളുടെ പണം എവിടെയാണ് കൂടുതൽ സുരക്ഷിതം? എവിടെ നിന്നാണ് മികച്ച ലാഭം കിട്ടുക? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ FD നോക്കാം. മലയാളികൾക്ക് പണ്ട് വലിയ വിശ്വാസമുള്ള ഒന്നാണിത്. 2026 മാർച്ചിലെ കണക്കുകൾ നോക്കിയാൽ പ്രമുഖ ബാങ്കുകൾ ഇപ്പോൾ 6% മുതൽ 7% വരെ പലിശ നൽകുന്നുണ്ട്. ചില സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ 8% മുകളിലും പോലും പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് എപ്പോഴും പലിശ അല്പം കൂടുതലായിരിക്കും. ബാങ്ക് FDയുടെ ഏറ്റവും വലിയ ഗുണം സുരക്ഷിതത്വമാണ്. പണം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം അഥവാ ഇൻഫ്ലേഷൻ ഇപ്പോൾ 3% മുകളിലാണ്. അതായത് പലിശ കിട്ടുമ്പോഴും പണത്തിന്റെ മൂല്യം കുറയുന്നുണ്ടെന്ന് ചുരുക്കം. പെട്ടെന്ന് പണം ആവശ്യമുള്ളവർക്കും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും എപ്പോഴും FD തന്നെയാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം സ്വർണമാണ്. സ്വർണത്തിന്റെ വില കേട്ടാൽ ഇപ്പോൾ നമ്മൾ ഞെട്ടും. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് 10 ഗ്രാം സ്വർണത്തിന് 1,60,000 രൂപയ്ക്ക് മുകളിലാണ് വില. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണം തന്ന ലാഭം വളരെ വലുതാണ്. ആഗോള പ്രശ്നങ്ങളും യുദ്ധഭീഷണികളും കാരണം സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന നിലയിൽ ലോകം മുഴുവൻ സ്വർണത്തിന് പിന്നാലെയാണ്. കേരളത്തിൽ സ്വർണത്തിന് എപ്പോഴും ഡിമാൻഡുണ്ട്. പക്ഷെ സ്വർണം കയ്യിൽ വെക്കുമ്പോൾ സൂക്ഷിക്കാനുള്ള പ്രയാസവും പണിക്കൂലിയും GSTയും ഒക്കെ ലാഭത്തെ ബാധിക്കാം. സ്വർണത്തിൽ പണമിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലുള്ള ഡിജിറ്റൽ രീതികളും നോക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ വഴി SIPകളാണ്. മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ഓഹരി വിപണിയിൽ പണം ഇടുന്ന രീതിയാണിത്. 2025ലും 2026 തുടക്കത്തിലും ഓഹരി വിപണി നല്ല മുന്നേറ്റത്തിലാണ്. പല മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ടുകളും 20% മുകളിൽ വരെ ലാഭം നൽകിയിട്ടുണ്ട്. 10 വർഷം നേടുന്ന ലോങ് ടൈം പ്ലാൻ ആണെങ്കിൽ SIP തരുന്ന ലാഭം FDയെക്കാളും സ്വർണത്തെക്കാളും മുകളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, വിപണി താഴേക്ക് പോയാൽ ലാഭവും കുറയും. അതുകൊണ്ട് കുറഞ്ഞത് 5 വർഷമെങ്കിലും പണം പിൻവലിക്കാതിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ SIP ഗുണം ചെയ്യൂ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൽ ഏതാണ് മികച്ചതെന്ന്. സത്യം പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിരിക്കും. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ പണം ആവശ്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ബാങ്ക് FDയിൽ ഇടുന്നതാണ് ബുദ്ധി. വിവാഹം പോലുള്ള കാര്യങ്ങൾക്കായി പണം മാറ്റി വെക്കുന്നവർക്ക് സ്വർണം നല്ലതാണ്. എന്നാൽ 10-15 വർഷം കഴിഞ്ഞ് വലിയൊരു തുകയുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് SIP തിരഞ്ഞെടുക്കാം. എപ്പോഴും പണം ഒരിടത്ത് മാത്രം ഇടാതെ കുറച്ച് ബാങ്കിലും കുറച്ച് സ്വർണത്തിലും ബാക്കി SIPയിലുമായി ഭാഗിച്ചിടുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം. നിങ്ങളുടെ പണം എവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധനോട് സംസാരിക്കാൻ മറക്കരുത്. വിപണിയിലെ മാറ്റങ്ങൾ അറിഞ്ഞു വേണം ഓരോ തീരുമാനവും എടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസിനസ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠിക്കുകയോ ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുക. നന്ദി.